നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും തിരിച്ചടി പ്രതീക്ഷിച്ച് ഇസ്രായേൽ. ഞായറാഴ്ച പുറത്തിറങ്ങിയ ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും സംയുക്തമോ ഒറ്റതിരിഞ്ഞിട്ടോ ആയിട്ടുള്ള ആക്രമണം ഏത് സമയത്തും വരാമെന്നും ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ഇസ്രായേലി പത്രമായ യെദിയോത്ത് അഹ്റോനാത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. എപ്പോൾ, എവിടെ, എന്ന് തിരിച്ചടി കിട്ടുക എന്ന കാര്യത്തിലാണ് ഇസ്രയേലിന് ആശങ്ക. ഇറാന്റെ തിരിച്ചടിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. എല്ലാവിധ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കാൻ ഇസ്രായേലി മാധ്യമങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യുദ്ധത്തിലേത് തന്നെ എത്തിയേക്കാമെന്നും രാജ്യത്തെ ഏത് സ്ഥലവും ലക്ഷ്യമിടാമെന്നുമാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. കേവലം സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇസ്രായേലിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണ് എന്ന വിവരവും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സമാനമായ അഭിപ്രായങ്ങളും മറ്റും ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഹനിയ ജൂലൈ 31 കൊല്ലപ്പെടുന്നത്. പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹനിയയ്ക്ക് നേരെയുള്ള ആക്രമണവും. ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദൈഫിനെയും വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഉടൻ ആക്രമണം നടത്തുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലബനൻ വിടാൻ US അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രയും വേഗം ലബനിൽ നിന്ന് മാറാനാണ് നിർദ്ദേശം.